സത്യം പറയാലോ, വിധി വന്ന സമയത്ത് അവൾ എന്നെ തിരിഞ്ഞു നിന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ചോദിക്കുക, ഇനി ആൻറ്റി ഞാൻ പറയട്ടെ, ഞാൻ തന്നെയാ പാലത്തായിലെ കുട്ടീന്ന്. അപ്പം എന്നോട് പറയായിരുന്നു, എന്നെ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി ഐഡൻറ്റിഫൈ ചെയ്താൽ പാലത്തായിലെ കുട്ടിയാണെന്ന് അന്ന് ഞാൻ പഠിത്തം നിർത്തും, അന്ന് ആൻറ്റി എന്നോടൊന്ന് പറയരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇനി എന്നെ കൊന്നാലും ഞാൻ പരാതി കൊടുക്കില്ല, ഞാനൊരു പരാതി പറഞ്ഞുകൊണ്ടല്ല ഞാനിത് അനുഭവിക്കേണ്ടത് എന്നുള്ള നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്ത കുറേ വാക്കുകൾ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ എൻ്റെ പേഴ്സണൽ അത് ഞാൻ റിവീൽ ചെയ്യട്ടെ. ഈവൺ ഏതൊരു ചെറിയ പോക്സോ കേസിലും ഒരു കുട്ടീനോട് ആദ്യം ചോദിച്ചതിന് ശേഷം 1 or 2 പ്രാവശ്യം മാത്രമാണ് നമ്മുടെ നിയമഭാഷയിൽ പറഞ്ഞാൽ 161 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കേസിൽ 10 പ്രാവശ്യമാണ് എടുത്തത്. കൗൺസിലർ ചോദിക്കുകയാണ്, അന്ന് കൊറോണ സമയമാണ്, അപ്പോൾ സാനിറ്ററി ബോക്സ് കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ്, മോളെ ഇത്രയുണ്ടോ അന്നത്തെ ആ മാഷ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു പോക്സോ കേസിൽ ഇത്രയും തവണ അന്വേഷണ സംഘം മാറിയിട്ടുള്ള മറ്റൊരു കേസ് ഉണ്ടായിരിക്കില്ലായിരിക്കും. അതെ, രക്ഷിതാക്കള് ഏകദേശം എല്ലാവരും വിചാരിക്കും കേസൊക്കെ കൊടുക്കാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ എവിഡൻസ് വരുമ്പം പറയും, അഖിലേ വേണ്ട, എൻ്റെ കുട്ടിക്ക് വേണ്ട, പറയണ്ട, തീർത്ത് കളയാ. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തിരിക്കും, ഞാൻ കുഞ്ഞിനോടൊന്ന് സംസാരിച്ചു. അവനെ മോശമായ രീതിയിൽ ഇതേപോലെ ഒരു അധ്യാപകന്, അപ്പോൾ ആ കുഞ്ഞെൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ വാടാ ഇങ്ങോട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം എല്ലാവരും പറയുന്നത്, എന്താ മോൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ. എനിക്കൊരൊറ്റ തീരുമാനമുള്ള ആൻറ്റീന്ന് വെച്ചാൽ എന്താണ്, ഞാനേ 18 വയസ്സ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ ഞാൻ ഇയാളെ കൊല്ലും, അത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. എല്ലാവർക്കും ലൈഫ് നെറ്റ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ സാന്ദ്ര. കുട്ടികൾക്കെതിരായിട്ടുള്ള ആക്രമണം നമ്മൾക്ക് ഒരിക്കലും പൊറുക്കാനാവാത്ത ഒന്നാണ്. ഒരുപാട് പോക്സോ കേസുകളാണ് ഒരു വർഷത്തിൽ തന്നെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു കേരളത്തിലെ പാലത്തായി പീഡന കേസ്. പോക്സോ കേസിൽ ആ കുട്ടിക്ക് വേണ്ടി വാദിച്ച വക്കീലാണ് നമുക്കിപ്പം ഇന്നുള്ളത്, ശ്രീ PN ബാസരി. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ വിധി വന്നിരിക്കുകയാണ്. ഒട്ടേറെ വർഷങ്ങളുടെ ഒരു പോരാട്ടം തന്നെ അതിന് പിന്നിലുണ്ടല്ലേ? 100%. അത് ക്രൈം സ്റ്റേജ്, അത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന അന്ന് മുതൽ ഒരു സമരം തന്നെയാണ് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എന്ന് പറയുന്നത്. അന്ന് ഇൻവെസ്റ്റിഗേഷൻ ആയാലും അതിൻ്റെ എന്തൊക്കെ ആയാലും ഒരു പോക്സോ കേസ് വരുമ്പോൾ നമ്മൾ ആ പ്രോസസ്സിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകണം. അതൊരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എവിടെയൊക്കെ ചൈൽഡ് ഫ്രണ്ട്ലി ആയാലും അവർ അത് സഹിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കേസിൽ ആ കുഞ്ഞ് എല്ലാ ശാരീരികമായും മാനസികമായിട്ടും ഇതിനെ ഫേസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വയസ്സുള്ള കുട്ടിയാണ്, അതും സ്വന്തം അധ്യാപകൻ്റെ അടുത്ത് നിന്നാണ് അത്രയും വലിയൊരു ക്രൂരത നേരിടേണ്ടി വന്നത്. ആള് മാനസികമായിട്ട് എങ്ങനെയായിരുന്നു? അവള് വളരെ സ്മാർട്ടായ കുട്ടിയാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് അവളെ LSSന് പിന്നെ അഡ്മിഷൻ കിട്ടി, അതായത് സ്കോളർഷിപ്പ്. അതായത് നമ്മളൊരു ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന 2 or 3 കുട്ടികളെയാണ് നമ്മൾ ആ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ഇരുത്തുക. അപ്പോൾ അതിൽ സെലക്റ്റീവായ കുട്ടിയാണ് നമ്മുടെ ഈ കേസിലെ കുഞ്ഞ്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അവൾ ഗർഭിണിയായിരിക്കും, അവളുടെ ഉമ്മ ഗർഭാവസ്ഥയിൽ തന്നെ അവളപ്പോൾ മരണപ്പെടുന്നുണ്ട്. പിന്നെ ആ മരണപ്പെട്ടതോടുകൂടി ഈ ഗർഭാവസ്ഥയിലുള്ള ഉമ്മയ്ക്ക് മാനസികമായ പ്രശ്നങ്ങൾ വന്നു. പിന്നീട് ഇവളുണ്ടായി. അപ്പോൾ ഈ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഒരു കാരണവശാൽ ഈ അമ്മയ്ക്ക് പൊരുത്തപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിനെ വളർത്തണം എന്നുള്ളൊരൊറ്റ ഇതിൽ മാത്രമാണ് ആ ഉമ്മ ജീവിക്കുന്നത്. മെൻ്റലി അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു ഉമ്മയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, അതായത് അതുപോലെ തന്നെ മരണപ്പെട്ട ഉപ്പയുടെ ഉമ്മയുണ്ട് പ്രായമുള്ള. ഈ 2 ഉമ്മമാരുടെയും കൂടെയാണ് ഈ കുഞ്ഞ് ജീവിച്ചു വരുന്നത്. അപ്പോൾ അവളുടെ അതിൻ്റേതായ ഇൻസെക്യൂരിറ്റി ആ കുഞ്ഞിനുണ്ടായിരുന്നു. പക്ഷേ നല്ല സ്മാർട്ടായ മോളായിരുന്നു. അപ്പോൾ ആ ഒരു തലത്തിലേക്ക്, അതായത് അവളുടെ രക്ഷിതാവായിട്ട് അവൾ കണ്ട ഒരാളാണ് ഈ അധ്യാപകൻ. അതാണ് ഈ കേസിലുള്ള ഈ കുഞ്ഞും അധ്യാപകനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പല ചർച്ചകളിലും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കുഞ്ഞിനെ അദ്ദേഹത്തിനോടൊരു പ്രണയം, കാരണം വെച്ചാൽ അത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. ഒരു 10 വയസ്സുള്ള കുഞ്ഞിന് അങ്ങനെ ഒരു വികാരം എന്നൊന്നും പറയുന്നത് തെറ്റ് തന്നെയാണ്.
കുഞ്ഞിന് ആ ഒരു ഇൻസെക്യൂരിറ്റിയിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രൊട്ടക്ഷനാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് അധ്യാപകനോടുണ്ടായിരുന്ന ഒരു ഇഷ്ടം, അതായത് ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് മാഷിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതുവരെ പലപ്പോഴും ക്രോസ് വിസ്താരത്തിൽ വളരെ മോശമായ വിധത്തിൽ വളച്ചൊടിക്കുകയുണ്ടായിരുന്നു. 100% അതിന് ഇൻ്റർപ്രിറ്റ് ചെയ്തതാണ് സങ്കടം തോന്നുന്നത്. അത് ക്രോസിലായിക്കോട്ടെ, ആ തുടക്കത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനെ സഹായിച്ച കൗൺസിലേഴ്സ് അവരും കുഞ്ഞിനോട് ആ രീതിയിൽ അപ്രോച്ച് ചെയ്തു എന്ന് പറയുന്നത് വളരെ ദയനീയമായൊരവസ്ഥ. അതാണ് ആ ജഡ്ജ്മെൻറ്റിൽ മാഡം കൃത്യമായിട്ട് അതിനെ പ്രതിപാദിക്കുന്നത് അതുതന്നെയാണ്. ആ കുഞ്ഞിൻ്റെ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരാൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞത് കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്, കുഞ്ഞിൻ്റെ പ്രായം എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അവർ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടെ കുഞ്ഞിനെ കടത്തിവിടുന്നത്. അതും കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മളൊന്നും വിചാരിക്കുന്ന ഒരു കൗൺസിലിംഗ് എല്ലാ ദിവസവും ഇങ്ങനെ പോവുകയാണ് കുറേ ആൻറ്റിമാർ. അവളെ സംബന്ധിച്ചിട്ട് അവളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളും അവളോട് എന്താ മോളെ അങ്ങനെ ഒരു സന്തോഷം പങ്കിടാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 ആൻറ്റിമാർ വരുന്നു, അവൾക്കറിയില്ല കേസ് എന്ത്, കൗൺസിലിംഗ് എന്ത്, ഇൻവെസ്റ്റിഗേഷൻ എന്ത് ഒന്നും അറിയില്ല. അപ്പോൾ ആൻറ്റിമാർ വരുന്ന സമയത്ത് അവർക്ക് നൽകാനുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കുട്ടി. അതാണ് ആ ഒരു ട്രോമയാണ് പിന്നീട് കുട്ടിക്ക് എവിടെ എത്താത്തൊരവസ്ഥയിലേക്ക് കുട്ടീനെ അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഉമ്മയുടെ ഭാഗ്യമായിരിക്കാം ആ കുഞ്ഞ് ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആവാതെ പിടിച്ചു നിന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പോക്സോ നിയമപ്രകാരം കൗൺസിലേഴ്സ് ആണെങ്കിലും ശരി, തെളിവെടുപ്പിന് പോകുന്ന പോലീസുകാരാണെങ്കിലും ശരി, കുഞ്ഞിനോട് അത്രയേറെ നീതി പുലർത്തേണ്ടതുണ്ട്, അത്രയേറെ സ്നേഹത്തോടെ സമാധാനത്തോടെ പെരുമാറുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ വളരെ കുട്ടിയെ ക്രോസ് വിസ്താരം ചെയ്യുന്നത് പോലെ വളരെ ദേഷ്യപ്പെട്ടാണ് പല സമയങ്ങളിലും ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അത് നമ്മുടെ ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ തന്നെ മാഡം കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു 5-10 ചോദ്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ട് ചോദിക്കുന്നത് വെച്ചാൽ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, കുഞ്ഞ് ഇന്ന് വരെ ഒരു പ്രായപൂർത്തിയായ ഒരു മെയിൽ പേഴ്സണെ കാണുന്നില്ല. അങ്ങനെയുള്ള ആ കുഞ്ഞിനോട് ഈ കൗൺസിലർ ചോദിക്കുകയാണ്, അന്ന് കൊറോണ സമയമാണ്, അപ്പോൾ സാനിറ്ററി ബോക്സ് കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ്, മോളെ ഇത്രയുണ്ടോ അന്നത്തെ ആ മാഷ് ഇത് എന്താ പറയുക ആ രീതിയിൽ കുട്ടീനോട് ചോദിക്കും. ഇന്ന് വരെ ആ കുട്ടി ഒരു പുരുഷനെയും കണ്ടിട്ടില്ല, അവരുടെ അവയവങ്ങളോ കണ്ടിട്ടില്ല. അതിനെ എക്സ്പോസ് ചെയ്ത് കുട്ടീനോട് ചോദിക്കുക എന്ന് പറയുന്നത് അതും ഒരു ഹറാസ്മെൻ്റ് അല്ലേ? തീർച്ചയായിട്ടും. അതാണ് ഇതിൽ കൗൺസിലേഴ്സ് ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരത എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാം. അപ്പോൾ ആ സമയത്താണ് അത് ഈ കേട്ടിരിക്കുന്ന ഉമ്മയ്ക്കും അറിയില്ല ഇതിനെ എനിക്ക് തടയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ശരിയായ കൗൺസിലിംഗ് ആണോ, കുട്ടിക്ക് കിട്ടേണ്ട റൈറ്റ് കിട്ടുന്നുണ്ടോ, ഇതൊന്നും അറിയാത്ത ഉമ്മയും ബിലോ ആവറേജ് ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒന്നും ധാരണയില്ല. അവരുടെയൊക്കെ വിചാരം എൻ്റെ കുഞ്ഞിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിന് കുറേ ആൾക്കാർ സഹായിക്കുക എന്നാണ് അവർ അന്നും ധരിച്ചു വെച്ചിരുന്നത്. പിന്നീടൊരു റിലേറ്റീവ് വീട്ടിൽ വരുമെന്ന് ചോദിച്ചപ്പോഴാണ് ഇത് തെറ്റായ നടപടിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നതും അന്നത്തെ പ്രോസിക്യൂട്ടർ ഈ കേസിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. ഈ കേസിൽ ഏറ്റവും വെല്ലുവിളിയായിട്ട് നേരിട്ടത് കുട്ടിയുടെ മൊഴിയിൽ വന്ന വൈരുദ്ധ്യമായിരുന്നു. കാരണം കുട്ടി പല തവണയായിട്ട് പല രീതിയിലാണ് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മൊഴി എന്ന് പറയുന്നത് കുഞ്ഞ് ഫസ്റ്റ് FIS ഒരു മൊഴി പറയുന്നുണ്ട്. ആ മൊഴിയിൽ നിന്ന് കുഞ്ഞ് എത്ര മറ്റു മൊഴികൾ എടുത്തിട്ടും ആ കേസിൽ ആ കുഞ്ഞ് ഉറച്ചു നിൽക്കുന്നുണ്ട്. പിന്നീട് കുട്ടി പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുന്നുണ്ട്. അത് കുഞ്ഞ് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈവൺ ഏതൊരു ചെറിയ പോക്സോ കേസിലും ഒരു കുട്ടീനോട് ആദ്യം ചോദിച്ചതിന് ശേഷം 1-2 പ്രാവശ്യം മാത്രമാണ് നമ്മുടെ നിയമഭാഷയിൽ പറഞ്ഞാൽ 161 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കേസിൽ 10 പ്രാവശ്യമാണ് എടുത്തത്. ഒരു ലേമാൻ, അതായത് സാധാരണക്കാരന് ഒരു കാര്യത്തിനെ പറ്റി 1-2 ദിവസം നമുക്ക് ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ വീണ്ടും ചോദിച്ചാൽ ആ കുട്ടിയാണ്, അവളെന്തും പറഞ്ഞിട്ടുണ്ടാവാം. അത് കുട്ടിയുടെ ഒരു ട്രോമയാണ്. പക്ഷേ കുഞ്ഞ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുട്ടി ആദ്യം പറഞ്ഞ ഒരു FIR സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ കേസിൻ്റെ ലാസ്റ്റ് വരെ കുഞ്ഞ് ഉറച്ചു നിന്നിട്ടുണ്ട്. അതിലെ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വന്ന ഒരിക്കലും കുഞ്ഞിൻ്റെ FIS മൊഴിയിൽ നിന്ന് യാതൊരു വൈരുദ്ധ്യവും പിന്നീട് വന്നിട്ടില്ല.
ഇപ്പോൾ പ്രതിയായിട്ടുള്ള പത്മരാജൻ കോടതിയിൽ ഉന്നയിച്ചൊരു വാദമായിരുന്നു ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുണ്ടായതാണ്. 2019 വന്ന പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചിട്ട് ഒരു പോസ്റ്റിനെ തുടങ്ങി കാരണം കുട്ടി വേറൊരു വിഭാഗത്തിൽപ്പെട്ടതാണ്, അത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എനിക്ക് നേരെ ഉണ്ടായതാണെന്ന്. അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് ഈ കേസ് ഇത്ര നടത്തിയിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഒരു ഫേസ്ബുക്കിൽ ഇതിനനുകൂലമായി അയാളൊരു പോസ്റ്റ് ഇടുന്നു. സ്വാഭാവികമായും കേരളത്തിൽ നല്ല ഇന്ത്യയിൽ മുഴുവൻ തന്നെ അതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. അത് മൈനോറിറ്റി ന്യൂനപക്ഷത്തിനെ വല്ലാതെ പ്രകോപിപ്പിച്ച കാര്യമാണ്. ആ ഒരു പ്രകോപനം മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇതേപോലെ ഒരുപാട് ആൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഈ പ്രതി മാത്രമല്ല. പക്ഷേ എന്തായിരുന്നു അത്രയും ദേഷ്യം തോന്നേണ്ട പോസ്റ്റ് എന്തായിരുന്നു എന്ന് പോലും ഇന്നും ആ പ്രതി കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഇത്രയും പ്രകോപനം ഉണ്ടാവണമെങ്കിലും ഒരു കുഞ്ഞിനെ ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ അതിൽ അത്രയും വലിയ കണ്ടന്റ് ഉണ്ടാവണ്ടേ? അത് കോടതിയെ അവർ ധരിപ്പിച്ചോ? ഈ കേസ് ഇത്രയായിട്ടും അവരത് ധരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതും അതൊരു കാരണം എന്ന് പറയുന്നത് അതിനൊരു വാല്യൂ ഇല്ല എന്ന് കോടതി പറയുന്നത്. പ്രത്യേകിച്ചും ഈ കേസിൻ്റെ ഏകദേശം 7 മാസങ്ങൾക്ക് മുന്നെയാണ് ഇദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇടുന്നതും അത് അധ്യാപകർ കൂടി അത് പിൻവലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുട്ടികൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഒരാൾ പോലും ന്യൂനപക്ഷ വിഭാഗത്തു നിന്ന് ഒരു കുട്ടി പോലും അവിടുന്ന് TC വാങ്ങിപ്പോയിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം കുട്ടികൾ അതിന് ന്യൂനപക്ഷമൊന്നുമില്ല, എല്ലാ കുട്ടികളും അവിടുന്ന് TC വാങ്ങിയിട്ട് ഏകദേശം 45ഓളം കുട്ടികൾ അവിടുന്ന് TC വാങ്ങിപ്പോയിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ ഭാഗത്ത് ഒരു കുട്ടി പോലും വാങ്ങിയിട്ടില്ല, TC വാങ്ങിയിട്ടില്ല എന്ന് അവിടുത്തെ അധ്യാപകർ തന്നെ കോടതിയിൽ മൊഴി തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം പുറത്തെറിഞ്ഞപ്പോൾ കുട്ടിയോടുള്ള മറ്റ് അധ്യാപകരുടെ ഒരു പെരുമാറ്റവും അപ്രോച്ച് എങ്ങനെയായിരുന്നു? മറ്റുള്ള അധ്യാപകർ പല പ്രാവശ്യമായിട്ടും ഈ ഒരു പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഇൻവെസ്റ്റിഗേഷൻ തുടക്കത്തിൽ അവർ നടത്തിയിട്ടുണ്ട്. പിന്നെ ചില മാനിപ്പുലേഷൻസുകളൊക്കെ അറ്റൻഡൻസ് രജിസ്റ്ററുകളിൽ, അതായത് ഈ പ്രതിയുടെ അറ്റൻഡൻസ് രജിസ്റ്റർ, കുട്ടിയുടെ അറ്റൻഡൻസ് രജിസ്റ്ററിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കോടതി ജഡ്ജ്മെൻറ്റിൽ തന്നെ ഓൾറെഡി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ആദ്യ അന്വേഷണത്തിൽ വന്ന പിഴവുകളാണ് എന്ന് തന്നെ പറയുന്നുമുണ്ട്. അത് കോടതി കൃത്യമായിട്ട് ഒറിജിനൽ രേഖകൾ വരുത്തി വെരിഫൈ ചെയ്ത് ജഡ്ജ്മെൻറ്റിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ സമയത്ത് അന്വേഷണം നടത്തിയ ആദ്യത്തെ ഉദ്യോഗസ്ഥൻ DYSP റഹീം, അപ്പോൾ അദ്ദേഹം ഈ ഇടയ്ക്കൊരു സോഷ്യൽ മീഡിയയിൽ വിധി വന്നതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. 1.5 വർഷത്തിന് ശേഷം എങ്ങനെയാണ് വീണ്ടും അതായത് വന്ന പുതിയ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് 1.5 വർഷത്തിന് മുമ്പുള്ള കുട്ടിയുടെ ബ്ലഡ് സ്റ്റെയിൻ ബാത്റൂമിൽ നിന്ന് കിട്ടിയതെന്ന് ചോദിച്ച്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ റഹീം എന്ന് പറയുന്ന ആളെ ഞാൻ ഇത്രയൊക്കെ കേസ് നടത്തിയതല്ലേ. ഈ റഹീം എന്ന് പറയുന്ന ആൾ ഏത് ഈ അവസരത്തിലാണ് ഇത് അന്വേഷിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ എപ്പോഴെങ്കിലും ആ ഫയലിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതായിട്ടോ അയാൾ ഈ കേസിന് സഹായിച്ചതായിട്ടോ എൻ്റെ CD-യിലില്ല. ഇത് പറഞ്ഞറിഞ്ഞ കാര്യം അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. ബ്ലഡ് സ്റ്റെയിൻ അതൊന്നും കോടതിക്ക് ആവശ്യമേ ഇല്ല. കുഞ്ഞിൻ്റെ FIS മൊഴിയും അതുപോലെ തന്നെ കുട്ടിയുടെ മെഡിക്കൽ ലീഗൽ റിപ്പോർട്ടും പോക്സോ കേസിൽ സഫീഷ്യൻ്റ് ആണ്. ഈ കേസിൽ നമ്മളിത് ഉണ്ടാക്കിയതാണെങ്കിൽ ഒരു മെഡിക്കൽ ലീഗൽ റിപ്പോർട്ട് എങ്ങനെ വരും? അതെ. പിന്നീട് കുഞ്ഞ് പറയുന്ന ഈ പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന് ബ്ലീഡിങ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് ഈ പ്രതി അടക്കമുള്ളവർ സമ്മതിക്കുന്നുമുണ്ട്, പാഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന സാധനമാണ്. അതിനുശേഷം നടക്കുന്ന ബ്ലഡ് സ്റ്റെയിനും മറ്റു കാര്യങ്ങളൊന്നും കോടതി റിലേ ചെയ്തിട്ട് പോലുമില്ല. ബ്ലഡ് ഈ ടൈലിൽ നിന്ന് എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് പോലീസ് ഒരു ശ്രമം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനെയൊന്നും ജഡ്ജ്മെൻറ്റിൽ എവിടെയും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല. അതൊന്നും ഒരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇടുക എന്ന് പറയുന്നത് സമൂഹത്തിന് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അദ്ദേഹം ഈ ഒരു ഇതിൽ ഇരുന്ന ആളാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എനിക്ക് വിഷമം തോന്നുകയാണ് അതൊക്കെ കാണുമ്പോൾ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം ഈ കൗൺസിലേഴ്സ് ആണെങ്കിലും പ്രതിക്ക് അനുകൂലമായിട്ട് കോടതിയിൽ അപ്പിയർ ചെയ്യുന്നു, DYSP പോലുള്ളൊരു വ്യക്തി അപ്പിയർ ചെയ്യുന്നു. അപ്പോൾ അതായത് സർക്കാർ ചിലവിന് കൊടുക്കുന്ന ഒരു വലിയൊരു പക്ഷം തന്നെയാണ് പ്രതിക്ക് സപ്പോർട്ടായിട്ട് കോടതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് ഒന്നും കാണാതെ അവരാരും അദ്ദേഹത്തിൻ്റെ അയാൾക്ക് സപ്പോർട്ടായിട്ട് വരില്ല എന്ന് തോന്നിയിട്ടില്ലേ? ഇതിലെവിടെയാണ് സപ്പോർട്ട് വരുന്നത്? ഈ കൗൺസിലേഴ്സ് പറയുന്നത് അന്ന് അവർ ചെയ്ത പ്രവൃത്തിയാണ്. അല്ലാതെ ഈ പ്രതിയെ സഹായിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ആയിരിക്കില്ല. പക്ഷെ അവരന്ന് ചെയ്ത കൗൺസിലിംഗ് ആണ് അവർ കോടതിയിൽ പറയുന്നത്. അതിന് അവരെ പ്രതിയെ
അനുകൂലമാവുന്നുണ്ടോ പ്രതികൂലമാവുന്നുണ്ടോ അത് കോടതി തീരുമാനിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ വന്ന ഒരു അബ്ദുൾ റഹ്മാൻ എന്ന DYSP ഉണ്ട്, അത് അയാളൊരു എൻക്വയറി റിപ്പോർട്ടാണ്. ആ എൻക്വയറി റിപ്പോർട്ടും കോടതി ഒരു തരത്തിലും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ അതിൽ ചില പിന്നെ റിപ്പോർട്ടിൽ ചില കാര്യങ്ങളും കോടതി ജഡ്ജ്മെൻറ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ എൻക്വയറി റിപ്പോർട്ടാണ് അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയത്. അതുപോലെ തന്നെ കൗൺസിലേഴ്സ് അന്ന് എന്താണോ ചെയ്തത് അവർ കോടതിയിൽ വന്ന് പറയുകയാണ് ഉണ്ടായത്. പക്ഷെ അത് ഇത്ര ആധികാരികമായി പറഞ്ഞതാണ് കോടതിക്ക് ഈ ജഡ്ജ്മെൻറ്റിൽ അത് പ്രതിപാദിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇത്രയും ഇപ്പോൾ ആ സമയത്ത് തന്നെ വലിയൊരു പബ്ലിക്കിൽ വളരെ ചർച്ചയുണ്ടാക്കിയ ഒരു കേസ് കൂടെയായിരുന്നു പാലത്തായിലെ കേസ്. കാരണം കുട്ടിയുടെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ അടുത്തും ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് കുറ്റപത്രം ഇത്രയും വർഷമായിട്ട് കുറ്റപത്രം നൽകാൻ വൈകുന്നതെന്ന്. അതും 3 മാസത്തിനുള്ളിൽ കുറ്റപത്രം നൽകണം എന്നാണ്. 3 മാസത്തിനുള്ളിൽ കുറ്റപത്രം നൽകിയില്ലെന്ന് മാത്രമല്ല, ആ അവസാന മാസം തീരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ്, അതും പകുതിയോളം മാത്രമുള്ള ഒരു കുറ്റപത്രമാണ് നൽകുന്നത്. അപ്പം അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിലും പറഞ്ഞത് ആ വിഷയത്തെപ്പറ്റി 2 തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്നാണ്. അങ്ങനെ നോക്കാൻ നേരത്ത് അതായത് ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്നിട്ടാണെങ്കിൽ പോലും സർക്കാരാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയുടെ കേസിലൊരു ഡൗട്ട് കാണിക്കുന്നുണ്ട്, സത്യസന്ധതയിലൊരു ഡൗട്ട് കാണിക്കുന്നുണ്ടെന്ന് തോന്നിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രൈംബ്രാഞ്ചിനെ ഗവൺമെൻറ് വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. പിന്നീട് ഒരു IPS ഉദ്യോഗസ്ഥയുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരിക്കലും അതിൽ അവിശ്വസിക്കേണ്ടിയിരുന്നില്ല. പക്ഷെ ഇവരെന്തു ചെയ്യുന്നു എന്നൊരിക്കലും ഒരു മുഖ്യമന്ത്രി പോയിട്ട് അവിടെ അന്ന് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും എൻട്രി ആ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുന്നില്ല. പക്ഷേ അവിടെയും ഒരു നേതൃത്വം, അതായത് അതിൻ്റെ ഒരു ശ്രദ്ധ അന്നത്തെ ഗവൺമെൻറ് ലീഡേഴ്സിനുണ്ടായിരുന്നു. തലശ്ശേരി ഉണ്ടായിരുന്ന ജില്ലാ തലത്തിലുള്ള GP BP ശശീന്ദ്രന് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഇന്ന് തന്നെ, ഇപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമെന്ന് അദ്ദേഹം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹമാണ്, അതായത് അതും ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗം തന്നെ, പ്രോസിക്യൂഷൻ, അന്നത്തെ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ പറ്റിയെന്ന് വരും. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് ആ സമയത്ത് ഇടപെടുന്നുണ്ട്. ആ FIS ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ വരുമ്പോൾ തന്നെ അന്നത്തെ GPയും പോക്സോൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകുന്നുണ്ട്. ഈ അന്വേഷണം നേരായ വഴിക്കല്ല, കൃത്യമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞ 311 പെറ്റീഷൻ അവിടെ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഗവൺമെൻറ് ഒരു തരത്തിലും ഈ ഒരു കേസ് ആ രീതിയിൽ പോകണമെന്നല്ല വിചാരിച്ചു. കൃത്യമായ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ. അതുകൊണ്ട് തന്നെയാണ് ആ പ്രോസിക്യൂട്ടർ അന്ന് ഈ ഒരു ഹർജി ജില്ലാ കോടതിയിൽ നടക്കുകയും അതുപോലെ തന്നെ ഹൈക്കോടതിയിലേക്ക് ഈ ഹർജി പോവുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി പറയുകയാണ് ഇതെല്ലാം പരിശോധിച്ച് കൗൺസിലേഴ്സിൻ്റെ ഇതുപോലെ കുട്ടിയുടെ മറ്റുള്ള മൊഴികളും ഇതിൻ്റെ പ്രോഗ്രസ് തീർത്തും ഹൈക്കോടതി കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് അത് ഏത് ക്രൈം ബ്രാഞ്ച് ആയിക്കോട്ടെ, അത് ഏത് ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് ആയിക്കോട്ടെ, അത് ചെയ്യുന്നത് തെറ്റാണെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അതിൽ ഇടപെട്ടിട്ട് ഗവൺമെൻറ്റിനോടാണ് പറയുന്നത്. ഹൈക്കോടതിക്ക് വിശ്വാസമില്ലെങ്കിൽ എന്തിനാണ് ഈ ഗവൺമെൻറ്റിനോട് ഹൈക്കോടതി പറയേണ്ട ആവശ്യം? ഇതിൽ പുതിയ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കണമെന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നും. ആ ഗ്രൂപ്പാണ് TK രത്നാകരൻ്റെ നേതൃത്വത്തിൽ പിന്നീട് വരുന്നത്. അപ്പോൾ അവരാണ് ഈ കേസിനെ നേരായ വഴിക്ക്, ഒരു പോക്സോ കേസ് എങ്ങനെ അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് അന്വേഷണം നടത്തി പോക്സോ കേസ് ആക്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം നൽകുന്നത്. കാരണം 5 തവണയാണ് ഈ അന്വേഷണ സംഘം മാറിയത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു പോക്സോ കേസിൽ ഇത്രയും തവണ അന്വേഷണ സംഘം മാറിയിട്ടുള്ള മറ്റൊരു കേസ് ഉണ്ടായിരിക്കില്ലായിരിക്കും. അതെ, പോക്സോ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കിട്ടിയ പരാതി എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ വരുന്നത് എങ്ങനെ പ്രതിയെ രക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു അന്വേഷണം ഇതിൽ വന്നിട്ടുണ്ട്.
അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അതാണ് തന്നെയാണ് ഞാൻ ആദ്യമേ അതെ, ചോദിച്ചത്. അതാണ് പിന്നീട് എന്ത് ചെയ്യുന്ന ഒരു നേരായ വഴിക്ക് അന്നത്തെ പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ വിക്ടിമിൻ്റെ കുടുംബവും ഒക്കെ ഹൈക്കോടതിന് കൃത്യമായ ജസ്റ്റിസാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. കൃത്യമായ ഒരു അന്വേഷണം വരികയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു കേസിൻ്റെ വിധിക്ക് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ അവിടെ ഗ്രൂപ്പ് അവിടെ വരുന്നത്. പ്രതി BJPയുടെ ഒരു ഏരിയയിൽ പ്രവർത്തിക്കുന്ന വളരെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രതിയുടെ രാഷ്ട്രീയം പരമായിട്ടുള്ള സ്വാധീനം ഇതിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയമാണോ വ്യക്തിപരമായതാണോ എന്നൊന്നും ഞാനിപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നേയില്ല. അത് എന്താണ് എന്ന് ഇത് ചെയ്തവർക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് നടക്കണമെങ്കിൽ കുഞ്ഞ് ഈ പറയുന്ന പ്രതിയുടെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ കുഞ്ഞായിരിക്കണം. അതെ, കുഞ്ഞിൻ്റെ രാഷ്ട്രീയം എന്താ? കുഞ്ഞിൻ്റെ രാഷ്ട്രീയം അവളെ ഇൻസെക്യൂരിറ്റിയും അവളെ പോവേർട്ടിയും ഒക്കെ തന്നെയാണ് അവളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവൾക്ക് കൃത്യമായൊരു നല്ല ഡ്രസ്സോ നല്ല ഭക്ഷണമോ അങ്ങനെയൊക്കെ കിട്ടാത്ത, അവൾ ആഗ്രഹിക്കുന്ന നല്ലൊരു യാത്രകൾ, ഇതൊന്നും കിട്ടാത്ത ഒരു സാധാരണ വീട്ടിലുള്ള കുഞ്ഞിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് അതായത് ഈ കേസിൽ നിന്ന് പുറത്തു കിടക്കാൻ അദ്ദേഹം രാഷ്ട്രീയമാണോ വ്യക്തിപരമായ ബന്ധങ്ങളാണോ ഇതിനുപയോഗിച്ചതെന്ന് നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. അത് ചെയ്തവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ അത് അങ്ങനെ ആയിരിക്കാം ഇതിങ്ങനെ ആവുന്നുണ്ടാവുക. ഇപ്പോൾ ഇത്രയും വർഷത്തോളം നടന്ന ഒരു കേസാണ്. പല തവണയായിട്ട് അന്വേഷണ സംഘങ്ങൾ മാറിയൊരു കേസാണ്. അതിലുപരി കൗൺസിലേഴ്സിൻ്റെ അടുത്തുനിന്ന് പോലും കുട്ടിക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ഒരു കേസാണ്. ഈ ഇത്രയും വർഷത്തിൽ കുഞ്ഞിൻ്റെ ഒരു മാനസിക നില എങ്ങനെയായിരുന്നു? എങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി? എപ്പോഴും അതായിരുന്നു മൈൻഡിൽ കൂടെ. അതൊരു വിഷമമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അഡ്വക്കസിയിൽ തന്നെ ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്തതിൽ ആ കുഞ്ഞിനെ ഞാൻ ആ കോടതിയിൽ എത്തിക്കാനും ആ എവിഡൻസ് തീർക്കാനും ഞാനെടുത്ത എഫേർട്ട്, അത് എൻ്റെ കൂടെയുള്ള ലേസൺ ഓഫീസർ ശ്രീജി ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ജനൈസ് അപ്പോൾ കുഞ്ഞ് വൈകുന്നേരം പോകാൻ നേരത്തെ എൻ്റെ കൈ പിടിച്ച് തൂങ്ങിയിട്ട് പറയും, ഞാൻ നാളെ വരില്ല, എനിക്ക് മതിയായി. എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ, കുറേ ചോദ്യം പപ്പമാച്ചോട് ചോദിച്ചു. അത്രയും നിഷ്കളങ്കമായ മനസ്സായിരുന്നു അവൾക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം അവൾ കോടതിയിൽ വരുന്നവരെ എനിക്കൊരു മരവിപ്പായിരുന്നു, എങ്ങനെ ഇവളെത്തുമോ എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവളെ 4 ദിവസം ഞാൻ അങ്ങനെ നടന്നാണ്. അവൾക്ക് ഞാനൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ അവൾക്ക് ഒരു വാക്ക് പോലും എനിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. അവളുടേതായ ഭാഷയിൽ അവൾക്കുണ്ടായ ദുരനുഭവം കോടതി പറഞ്ഞു. പക്ഷെ അതിനുള്ളൊരു ശക്തിയും സപ്പോർട്ടും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നീടും എന്നോട് ചോദിക്കുക, എന്തേ ലോകത്ത് ആരും എന്നെ വിശ്വസിക്കുന്നില്ലേ? പിന്നെ ഞാനിനി എന്നെ കൊന്നാലും ഞാൻ പരാതി കൊടുക്കില്ല, ഞാനൊരു പരാതി പറഞ്ഞുകൊണ്ടല്ല ഞാനിത് അനുഭവിക്കേണ്ടത് എന്നുള്ള നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്ത കുറേ വാക്കുകൾ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കോടതിയിൽ തന്നെ പലപ്പോഴും അവൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ആ 4 ദിവസം ആ കുഞ്ഞ് അവിടെ കോടതിയിൽ വെച്ചാൽ ഏകദേശം 5-5:30 വരെ ക്രോസ് ഉണ്ടാവും. അത് അവൾ പിടിച്ചു നിന്നു എന്ന് പറയുന്ന ഒരു സാധാരണ ഒരാൾക്ക് പറ്റില്ല. അതാണ് ഇപ്പോൾ അവൾ എക്സ്ട്രാ ബ്രില്യൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞാണ്. പക്ഷെ അവളെ 2 വർഷം ഈ കേസിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് അവളുടെ 2 വർഷ വിദ്യാഭ്യാസ കാലമാണ് അവൾക്ക് നഷ്ടപ്പെട്ടത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ആ വർഷം അവൾ സ്കൂളിൽ പോകുന്നില്ല, പിറ്റേത്തെ വർഷവും അവൾ സ്കൂളിൽ പോകുന്നില്ല. ഈ കുട്ടിക്ക് മെൻ്റലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതെ, ആ ട്രോമയാണ് ആ കുട്ടിയുടെ 2 വർഷം നഷ്ടപ്പെടുത്തിയത്. പിന്നീട് അവളെ ടോട്ടലായിട്ട് ഞങ്ങൾ അവളെ സ്ഥലയെ മാറ്റി, അവളറിയാത്തൊരു സ്കൂളിലേക്ക് മാറ്റി. അങ്ങനെ ആയപ്പോഴാണ് അവൾക്ക് പഠിക്കണം എന്നൊക്കെ പിന്നീടൊരു ചിന്ത വരുന്നതും ഒന്ന് ജീവിക്കണം എന്നൊക്കെ തോന്നുന്നതും ആ സമയത്താണ്. ആളുടെ ഈ വിധി വന്നപ്പോൾ ഉള്ള കുട്ടിയുടെ ഒരു സത്യം പറയാലോ, വിധി വന്ന സമയത്ത് GPയുടെ ഓഫീസിലായിരുന്നു അവളുണ്ടായിരുന്നത്. അപ്പം എന്നെ ഇടയ്ക്ക് വിളിക്കാതെ പിന്നെ വിധി വരാൻ തുടങ്ങിയതിന് ശേഷം എന്നെ വിളിക്കില്ല. എന്നോട് എനിക്ക് ആൻറ്റീനെ വിളിക്കുമ്പോൾ പേടിയാവുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ അവളെ ബേക്കിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവൾ എന്നെ തിരിഞ്ഞു നിന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ചോദിക്കുക, ഇനി ആൻറ്റി ഞാൻ പറയട്ടെ, ഞാൻ തന്നെയാണ് പാലത്തായിലെ കുട്ടീന്ന്. അപ്പോൾ എന്നോട് പറയായിരുന്നു, എന്നെ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി ഐഡൻറ്റിഫൈ ചെയ്താൽ പാലത്തായിലെ കുട്ടിയാണെന്ന് അന്ന് ഞാൻ പഠിത്തം നിർത്തും, അന്ന് ആൻറ്റി എന്നോടൊന്ന് പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അവൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ എൻ്റെ പേഴ്സണൽ അത് ഞാൻ റിവീൽ ചെയ്യട്ടെ എന്ന്. അപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. അവൾ ഒരു പ്രാക്ടിക്കലായ ഒരു ലൈഫിലേക്ക് അവൾ വന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവളെ ഒരൊറ്റ ഡയലോഗ്.
ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ളൊരു നിയമസഹായമോ അല്ലെങ്കിൽ കൂടെ ചേർത്ത് പിടിച്ചു നിർത്താൻ ഒരാളില്ല എന്നുള്ളതും അത് സത്യമാണ്. ഞങ്ങളുടെ കോടതിയിലേക്ക് വരുന്ന വിക്ടിംസ് രക്ഷിതാക്കളുടെ കൂടെയാണ് വരിക. അപ്പം എൻ്റെ മുന്നിലൊക്കെ വന്നിരിക്കുമ്പോഴേ രക്ഷിതാക്കൾ ഏകദേശം എല്ലാവരും വിചാരിക്കും കേസൊക്കെ കൊടുക്കാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ എവിഡൻസ് വരുമ്പം പറയും വക്കീലേ വേണ്ട, എൻ്റെ കുട്ടിക്ക് വേണ്ട, പറയണ്ട, തീർത്ത് കളയാം എന്നൊക്കെയുള്ള ഒരു അവസ്ഥ അവർക്കുണ്ടാവും. അങ്ങനെ ഒരു 2 രക്ഷിതാക്കൾ എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഇവർ കേസ് തീർത്തു, മാറ്റി പറയാണ്, അങ്ങനെയൊക്കെ ഹോസ്റ്റലിലാകുക എന്നുള്ള രീതിയിൽ വന്നപ്പോൾ കുഞ്ഞിൻ്റെ മുഖത്തുള്ള ഒരു വല്ലാത്തൊരവസ്ഥ ഞാൻ കാണാം. അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തിരിക്കും, ഞാൻ കുഞ്ഞിനോടൊന്ന് സംസാരിച്ചു. അതാൺകുട്ടിയായിരുന്നു. അപ്പോൾ എന്തായിരുന്നു കേസ്? അത് അവനെ മോശമായ രീതിയിൽ ഇതേപോലെ ഒരു അധ്യാപകന്. അപ്പോൾ ആ കുഞ്ഞെൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ വാടാ ഇങ്ങോട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു എന്താ ഇപ്പം എല്ലാവരും പറയുന്നത്, എന്താ മോൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ. എനിക്കൊരൊറ്റ തീരുമാനമുള്ള ആൻറ്റീന്ന് വെച്ചാൽ എന്താണ്, ഞാനേ 18 വയസ്സ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ ഞാൻ ഇയാളെ കൊല്ലും. അത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു. ഒരു കുഞ്ഞും അതുവരെ എന്നോടത് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു മോൻ എന്തിനാ അയാളൊക്കെ ഒന്ന് ജയിലിൽ പോകുന്നത്, നമുക്ക് അയാളെ ആൻറ്റി എന്നെ ജയിലിലാക്കി തരും. ഞാൻ പറഞ്ഞു ശരി നമുക്കാക്കാം. മോനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ജയിലിൽ പോകണം, മോൻ റെഡിയാണോ പറയാമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ 10:45 സമയം 10 മിനിറ്റേ കോടതി തുടങ്ങാനുള്ളൂ. ആ കേസ് എന്താന്ന് പോലും ആ മോൻ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. അത് അവൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ അതിന് പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അവൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ് ആൻറ്റി എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഞാൻ കോടതി പറയും. അപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് തന്നെ കോടതി ഇരിക്കുന്നു. പിന്നെ എനിക്കറിയാം ഇന്ന് ഞാൻ ആ കുഞ്ഞിനെ കോടതി കയറ്റിയിട്ടില്ല എങ്കിൽ ഇനി വരുമ്പോഴേ കുഞ്ഞിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റും. അപ്പോൾ ഇത് ഇന്ന് തന്നെ എടുക്കണമെന്ന് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. അന്ന് കുഞ്ഞിനെ ഞാൻ കൂട്ടിക്കയറ്റുകയാണ്. കുറച്ച് സീരിയസ് ആയ കേസും കൂടിയാണ്. അപ്പോൾ പറഞ്ഞു കൊടുത്തില്ല, ഒരുപാട് അപാകതകൾ വരും. പക്ഷേ അവൻ പറയട്ടെ എന്ന് ഞാനും വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞിരുന്ന ഒരു വാക്കുപോലും അവന് കൂട്ടി പറയേണ്ടി വന്നിട്ടില്ല, കുറച്ച് പറയേണ്ടി വന്നിട്ടില്ല. അതിലാണ് അച്ഛൻ, അമ്മ, മറ്റുള്ള അധ്യാപകർ എല്ലാവരും ഈ കേസിൽ ഹോസ്റ്റലിലാണ്, കൂറുമാറിയ പ്രതികളാണ്. അന്നാണ് കോടതി ഇരട്ട ജീവപര്യന്തം കൊടുത്തിട്ട് ഈ പ്രതിനെ ശിക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നതിൽ ഏറ്റവും വേദന ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം പേരൻസ് പോലും കൂറുമാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പോയ അത് സത്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ സിമ്പിൾ അല്ല ഈ കാര്യങ്ങൾ. നമ്മളൊരു വിക്ടിമ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സമൂഹം ശ്രദ്ധിക്കുക ഈ പ്രതിനെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നാണ്. ഇതിപ്പം നമ്മളൊരു കേസ് ജയിച്ചു വരുമ്പോഴാണ് നമ്മൾ ആ വിക്ടിമിനെ പറ്റി ചിന്തിക്കുന്നത്. അല്ലാത്ത കേസുകളിലൊക്കെ പ്രതിക്ക് എന്ത് ആനുകൂല്യം കിട്ടണം, പ്രതിയുടെ കുടുംബം, പ്രതി ആത്മഹത്യ ചെയ്യോ, ഇതൊക്കെയാണ് സമൂഹത്തിൻ്റെ ടെൻഷൻ. അവരൊരിക്കലും കുഞ്ഞിൻ്റെ മനസ്സിലെ ട്രോമ മനസ്സിലാക്കുന്നില്ല. നമ്മളൊന്ന് വിചാരിച്ചു നോക്കി, ഈ കേസിൽ ആ കുഞ്ഞിനെ ഇവരൊക്കെ പറഞ്ഞ് അവനും ഈ കൂറുമാറി ഈ കേസിന് വെറുതെ വിട്ടു എന്ന് വിചാരിച്ചോ. ഏകദേശം ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഇവനൊരു 302 കേസിലെ പ്രതിയാവും. അത് അങ്ങനെ വേണോ? അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഈ നിയമം നമ്മുടെ നാട്ടിൽ വരുന്നത്. ഇതുപോലെയുള്ള ട്രോമയുള്ള കുട്ടികൾ വരാൻ പാടില്ല. അങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തുള്ള ക്രിമിനലുകളായിട്ട് നമ്മൾ കാണുന്നില്ല. ചില അച്ഛനും അമ്മേന് നല്ല കുടുംബമായിരിക്കും, നല്ല രക്ഷിതാക്കളായിരിക്കും, നല്ല സിറ്റുവേഷൻസ് ആയിരിക്കും. പക്ഷെ അവർ ക്രിമിനൽസായി മാറുന്നതിൻ്റെ കാരണം അവർക്ക് ഇതേപോലെ കുട്ടിക്കാലത്തുണ്ടായ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരനുഭവം അവരുടെ മനസ്സിലുണ്ടാവും. അല്ല അവരെ നിഷേധം, അവർക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടാതിരിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവരെ ഇങ്ങനെ മാറ്റാനുള്ള പ്രധാന കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ കുട്ടികളെ നമ്മൾ തെരഞ്ഞു പിടിച്ച് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മളുടെ കൂടെ ഇത്രയും നേരം ലൈഫ് നെറ്റ് ടിവിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ സംസാരിച്ചതിലും നമ്മളുടെ കൂടെ പോക്സോ കേസിൽ എന്താ പറയുക, എനിക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദിയാണ് പറയേണ്ടത്. കാരണം ആ കുട്ടി 10 വയസ്സുള്ള ഒരു കുട്ടി പോയിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവസാനം ഇത്രയും വർഷങ്ങൾ വൈകിട്ടാണെങ്കിൽ പോലും ആ കുട്ടിക്ക് ന്യായം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിനും പോരാടിയതിനും ഒരുപാട് നന്ദി. ഇനിയും ഇത്തരത്തിൽ ഉള്ള ഇതിലൂടെ പോകുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.